പ്രേമ, നമുക്ക് ഇനി ഇന്ത്യയിൽ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നതാണോ ലാഭം, പെട്രോൾ വണ്ടി വാങ്ങിക്കുന്നതാണോ ലാഭം? ഞാനിപ്പോഴും പണ്ടും 100 രൂപയ്ക്ക് തന്നെ പെട്രോൾ അടിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴും കുഴപ്പമില്ലെന്ന് കരുതുന്ന ഒരു സാധാരണക്കാരനാണ്. പെട്രോളും ഡീസലിൻ്റെ വില കൂടിയാലും നമ്മളിപ്പോഴും അന്നും ഇന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് സമാധാനമായിട്ടിരിക്കും. നമുക്ക് വില കൂടാറില്ല എന്നല്ലേ? അതുകൊണ്ട് നമുക്ക് വില കൂടാറില്ല. എന്തോ ഒരു പുതിയ വാർത്ത വരുന്നുണ്ടല്ലോ, പെട്രോൾ ഡീസലിനൊക്കെ വില കുറയാൻ പോകുന്നു. 50 രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണോ? അത് പറഞ്ഞവർ പിന്നെ ആ വഴി പിന്നെ കണ്ടിട്ടില്ല. ഏതായാലും അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാകുമെന്നൊരു സൂചന ഇപ്പോൾ വരുന്നുണ്ട്. അതായത് കുറേ നാൾ മുമ്പ് നമ്മുടെ കൊച്ചി കടൽ തീരത്ത് ONGCയുടെ ഡ്രില്ലിങ് എണ്ണ പരിവേഷണം നടക്കുന്നതായിട്ടൊരു വാർത്ത വന്നിരുന്നല്ലോ. പക്ഷേ അത് സക്സസ് ആയില്ല. കൊച്ചി തീരത്ത് അങ്ങനെ ഒരു എണ്ണ നിക്ഷേപം ഉള്ളതായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരത്ത്. പക്ഷേ ഇപ്പോൾ ആൻഡമാൻ്റെ തീരത്ത്, ആൻഡമാൻ ആ ദ്വീപ സമൂഹം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു വാർത്ത വരുന്നുണ്ട്. അത് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വൻപൻ ഒരു ജാക്ക് പോട്ടാണ് വരാൻ പോകുന്നത്. നമുക്കും കിട്ടുമായിരിക്കുമല്ലോ അതിൻ്റെ ഗുണം? ഉറപ്പായിട്ടും. അതായത് 1,84,440 കോടി ലിറ്റർ കേട്ടോ, വെറും ലിറ്റർ അല്ല, അത്രയും കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ നിക്ഷേപം അവിടെ ഏകദേശം ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ആൻഡമാൻ എന്ന് പറയുന്ന ദ്വീപ സമൂഹത്തിൽ നമ്മുടെ ONGC ഉണ്ടല്ലോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC നടത്തിയ പരിവേഷണം അത് സക്സസ് ആണ്. അതിൻ്റെ ഫലസൂചനകൾ ഉടനെ തന്നെ കിട്ടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹർദീപ് സിംഗ് പുരി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒന്നല്ല, ഇനിയും അവിടെ സാധ്യതകളുണ്ട്. നമ്മൾ അവിടെ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിവേഷണത്തിൽ വീണ്ടും ഞെട്ടിക്കുന്ന സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് 3.7 ട്രില്യൺ എക്കണോമിയാണ്. അത് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ വരികയാണെങ്കിൽ അത് 20 ട്രില്യൺ, അതായത് 3.7 എന്നുള്ളത് 20 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറും. അപ്പോൾ എന്താണ് ചോദിക്കുക, ഈ 3.7 ട്രില്യൺ എക്കണോമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.7 ദശലക്ഷം വരുന്ന സാധന സേവനങ്ങളാണ് നമ്മുടെ ഒരു സാമ്പത്തിക വർഷം രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന എണ്ണ നിക്ഷേപം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് 20 ദശലക്ഷം ഡോളറിൻ്റെ ആയിട്ട് വർദ്ധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുമെന്നാണ് ചുരുക്കം. അതായത് നമ്മൾ വലിയ ഒരു സമ്പന്ന രാഷ്ട്രമായി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനിയും രസകരമായ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യ ഈ എണ്ണ അല്ലെങ്കിൽ ഈ പ്രകൃതിവാതകം മറ്റേ ക്രൂഡ് ഓയിൽ നിക്ഷേപ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഭൂമിയുടെ അടിയിലുള്ള ആ ഒരു സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 3.5 മില്യൺ എന്ന് വെച്ചാൽ ദശലക്ഷം സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് അത്രയും സ്ഥലത്ത് ഉണ്ടെന്നാണ് നമ്മുടെ ഏകദേശ അനുമാനം. അതിൻ്റെ വെറും 8% സ്ഥലത്ത് മാത്രമേ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പരിവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇത്രയും സ്ഥലം ഇപ്പോഴും നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതിന് കാരണമുണ്ട്. ഇന്ത്യയിൽ ഈ പറയുന്ന എണ്ണ പരിവേഷണം, ഈ ONGCയുടെ പോലുള്ള പരിവേഷണ പ്രവർത്തനങ്ങൾക്കൊന്നും കാര്യമായ ഫണ്ടിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ നയം മാറ്റി കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ ഈ എണ്ണ പരിവേഷണം തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള തീരത്തും ഒരു കാലത്ത് ഈ എണ്ണയുണ്ടോ എന്ന് കുഴിച്ച് നോക്കാനായിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ ഈ കുഴിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവേറിയ പരിപാടിയാണ്. അതുകൊണ്ടാണ് സർക്കാർ അത്തരം പദ്ധതികൾക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കാത്തത്. പക്ഷേ സർക്കാരിൻ്റെ നയം ഇപ്പോൾ മാറി കൂടുതൽ മേഖലകളിലേക്ക് വന്നതോടുകൂടി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ONGC ഏതാണ്ട് 103 എണ്ണ പരിവേഷണം നടത്തി. അതായത് പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ ഇത് മാത്രമാണോ സക്സസ് ആയി എന്ന് പറയപ്പെടുന്നത്? ഇത് മാത്രമല്ല, ചെറിയ ചില ഗുണഫലങ്ങൾ ചിലയിടത്ത് കിട്ടും. പക്ഷെ അതൊന്നും അത്ര വലിയ പറയത്തക്ക മെച്ചമുള്ളതല്ല. പക്ഷേ ആൻഡമാൻ മേഖലയിൽ കിട്ടിയത് ബമ്പറാണ്, ജാക്ക് പോട്ടാണ്. അത് ഏകദേശം ഉറപ്പിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 103 എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നമ്മൾ സ്ഥലങ്ങളിൽ പരിവേഷണം നടത്തി. അത് കഴിഞ്ഞ 37 വർഷത്തെ ഏറ്റവും വലിയ എണ്ണമാണ് ഈ 103 സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഈ ONGC കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏതാണ്ട് 541 സ്ഥലങ്ങളിലാണ് എണ്ണക്കിണറുകൾ കുഴിച്ചത്. അതിൽ പുതിയത് 103 എണ്ണമാണ്.
ഈ 103 പുതിയത് കുഴിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 37 വർഷത്തെ ഏറ്റവും വലിയ കണക്കാണ്. ഈ 541 438 നേരത്തെ ഉള്ളത് കുറച്ചുകൂടി വികസിപ്പിച്ചതാണ്. അപ്പോൾ 103 പുതിയതായിട്ട് കുഴിച്ചു, അതിൽ ഒരെണ്ണമാണ് സക്സസ് ആയേക്കുന്നത്. ഇനി മറ്റൊരു കഥ കൂടിയുണ്ട്. ഗയാന എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഒരു ദ്വീപരാഷ്ട്രമാണ്. അത് ഇതേപോലെ അവർക്കും ഒരു ജാക്ക് പോട്ട് അടിച്ചായിരുന്നു. അങ്ങനെ അവർക്ക് കിട്ടിയത് ഏതാണ്ട് 11.6 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള എണ്ണക്കിണറാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ അവരും ഇതേപോലെ ഒരുപാട് പര്യവേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ചൈനയുടെ അടക്കം സഹായത്തോടെയാണ് എണ്ണ പര്യവേഷണങ്ങളൊക്കെ നടത്തിയത്. 43 മുതൽ 44 വരെ എണ്ണക്കിണറുകൾ അവർ കുഴിച്ചു. അതിൽ 41ാമത്തേതാണ് സക്സസ് ആയത്. ഒരു എണ്ണക്കിണർ കുഴിച്ച് എല്ലാം റെഡിയാക്കുന്നതിന് കുറഞ്ഞത് $100 മില്യൺ ചിലവ് വരും. അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ വലിയൊരു തുകയാണ്, ഭീമമായ തുകയാണ്. അപ്പോൾ ഇതിനെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പണച്ചെലവുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ ലോട്ടറി, ഇല്ലെങ്കിൽ കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നതാണ് അവസ്ഥ. അപ്പോൾ ഗയാന 41ാമത്തെ അവരുടെ സക്സസ് ആയി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, നമ്മൾ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത ഗയാന എന്ന് പറയുന്ന രാജ്യം ലോകത്ത് എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ ആദ്യ 20 പട്ടികയിൽ ഇപ്പോൾ 17ാം സ്ഥാനത്തായി. അപ്പോൾ അവരതുകൊണ്ട് വലിയ സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് ആ രാജ്യം വരും. ഇന്ത്യക്കും സമാനമായ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം എണ്ണ ആവശ്യം അല്ലെങ്കിൽ ഊർജ്ജ ആവശ്യത്തിൻ്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഈ പെട്രോൾ, ഡീസൽ അതേപോലെയുള്ള ഇന്ധനങ്ങളുടെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. പ്രകൃതിവാതകത്തിൻ്റെ 50% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ആ ഒരു പ്രശ്നത്തിന് ഏതാണ്ട് പരിഹാരമാവും. നമുക്ക് നിലവിൽ ആസാമിലും ഗുജറാത്ത്, രാജസ്ഥാൻ, മുംബൈ, കൃഷ്ണ ഗോദാവരി ബേസിൻ ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് എണ്ണ നിക്ഷേപങ്ങളുള്ളതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2003 കൃഷ്ണ ഗോദാവരിയിൽ നമ്മൾ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഈ സ്ഥലത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ ഗ്യാസുമാണ്. അപ്പോൾ ആൻഡമാൻ ദ്വീപ സമൂഹം ഒരു ബമ്പർ ആണെങ്കിൽ നമുക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എടാ, ഇലക്ട്രിക് വണ്ടിക്ക് അഡ്വാൻസ് കൊടുക്കില്ല, വെയിറ്റ് ചെയ്യും. എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, വില പറയും പെട്രോളിന്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ.